വെട്ടുവഴി കള്ളിക്കാട് റോഡിന്റെ തകർച്ചാവസ്ഥയെതിരെ ബിജെപി വെട്ടുവഴി വാർഡ് കമ്മിറ്റി പ്രതീകാത്മക കൃഷിയിറക്കി പ്രതിഷേധം നടത്തി. വർഷങ്ങളായി ദയനീയാവസ്ഥയിൽ കിടക്കുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കുഴികളിൽ വാഴയും മഞ്ഞളും നട്ട് പ്രതീകാത്മകമായി പ്രതിഷേധം രേഖപ്പെടുത്തിയ പ്രവർത്തകർ പൊതുജനങ്ങളുടെ ദുരിതം ഇനി സഹിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി. റോഡിന്റെ നവീകരണത്തിൽ അധികാരികൾ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെയും പ്രതിഷേധം ശക്തമായി ഉയർന്നു. വാർഡ് കൺവീനർ ജയ്കുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വി.എസ്. ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി കുരിയോട് മഞ്ചേഷ്, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് ഉജ്ജയിനി, ഒ.ബി.സി. മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദയകുമാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി മനോജ്, വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ, സുരേഷ് കുമാർ, പ്രഭാകരൻ പിള്ള, സോമൻ മോഹനൻ പിള്ള, ഷാജി സന്തോഷ് തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഉടൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്നും ജനങ്ങളുടെ സഹിഷ്ണുത ഇനി പരീക്ഷിക്കരുതെന്നും വ്യക്തമാക്കി. വെട്ടുവഴി കള്ളിക്കാട് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. ഈ ചടയമംഗലം പഞ്ചായത്തിൽ 30 വർഷത്തിന് മുമ്പ് ഇവിടുത്തെ ജനങ്ങൾ വെട്ടിയ റോഡ് ഈ കാട്ട് കള്ളന്മാരെ ഭരിച്ചിട്ട് ഒരു തരി സിമന്റോ അല്ലെങ്കിൽ ഒരു ടാറോ ഇടാത്ത റൂമാര് മുടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞൾ നടുകയാണ്. പോലുള്ള അതുപോലെ സോമേണ്ണനെ പോലെ പ്രവാഹനെ പോലെ ഈ വെട്ടുവഴി ബൂത്തിൽ ഇത്തരത്തിലുള്ള സമരത്തിന് നേതൃത്വം കൊടുത്ത ഈ പ്രവർത്തകർക്ക് വളരെ വലിയ അഭിനന്ദനമാണ് നൽകേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും നെറുകേടുകൾക്കെതിരെ പ്രതികരിക്കുന്നവരാണ് നേതാക്കന്മാർ. ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള സുരേഷ് ചേട്ടനെ ക്ഷണിച്ചു. എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന ഇവിടുത്തെ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിൽ ഈ പറയുന്ന ചടയമംഗലത്ത് 50 വർഷക്കാലമായി ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു റോഡിന് വേണ്ടി സമരം ചെയ്യുക എന്നുള്ളത് നമ്മുടെ കഷ്ടകാലം തന്നെയാണ്. ഇവിടെ 30 വർഷക്കാലത്തിന് മുന്നേ ഇവിടുത്തെ സാധാരണക്കാരായ ഇവിടുത്തെ നാട്ടുകാർ ചെയ്ത പണിയെടുത്ത റോഡാണിത്. ഞാനിവിടെ വന്നപ്പോൾ സമയത്ത് അറിയാൻ കഴിഞ്ഞത് നാട്ടുകാർ പണിയെടുത്തു, ഫണ്ട് മാറി വേറെ ആൾക്കാർ കൊണ്ടുപോയെന്നാണ്. ഈ റോഡിൻ്റെ ഇരുവശവും നമ്മൾ പരിശോധിച്ചാൽ അറിയാം, സൈഡിൽ നിന്ന് കെട്ടാനായിട്ട് കെട്ടിട്ടില്ല. ഈ റോഡിൽ തെരുവിളക്കുകളില്ല. പന്നിശല്യം കൂടുതലാണ്. ഇതിലെ യാത്രക്കാർക്ക് വഴി നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. വാഹനം കൊണ്ടുപോകാൻ പറ്റില്ല, എന്നാൽ വഴി നടക്കാനും പറ്റില്ല. നമുക്കറിയാം, കേരളത്തിൽ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിന് ഫണ്ട് വരുന്നത്. 50 വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ഈ ചടയമംഗലത്ത് സ്വന്തം പഞ്ചായത്ത് ഓഫീസ് പോലുമില്ല. പിന്നെങ്ങനെ ഈ റോഡ് നന്നാക്കും? എന്നാൽ ഓരോ വർഷത്തെയും തനത് ഫണ്ടുകൾ പരിശോധിച്ചാൽ കോടിക്കണക്കിന് രൂപയാണ് വെട്ടുവഴിയിലും വെള്ളുപ്പാറ ഉൾപ്പെടെയുള്ള 16 വാർഡ്, ഇപ്പം നിലവിൽ 16 വാർഡിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഒരു മെമ്പർ, കഴിഞ്ഞ മാസം ഒരു മെമ്പർ പറഞ്ഞു, വെള്ളുപ്പാറ വാർഡിലെ മെമ്പർ പറഞ്ഞു 1,93 ലക്ഷം രൂപയാണ് അവിടെ ചിലവാക്കിയത്. ഞാനവിടെ ചോദിച്ചു, എവിടെയാണ് നിങ്ങളെ ചിലവാക്കിയത്? 1,93 ലക്ഷം ഒരു വാർഡ് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വെട്ടുവഴി വാർഡിലെ മെമ്പർ പറയണം ഇവിടെ എത്ര കോടി ചിലവാക്കിയിട്ടുണ്ടെന്ന്. ഇതൊക്കെ ചിലവാക്കിയത് അവർ പോക്കറ്റില്ല. ഇവിടുത്തെ നേതാക്കന്മാർ ഇടതുപക്ഷക്കാരൻ്റെ പോക്കറ്റിലാണ്. കാരണം നമ്മൾ പരിശോധിക്കാം, ഒരു ബീഡി നിൽക്കാൻ പോലും പോകാത്ത ഇവിടുത്തെ നേതാക്കന്മാര് ടിപ്പർ ഉൾപ്പെടെ ഏക്കർ കണക്കിന് വസ്തു ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് ആർജിച്ചിരിക്കുന്നു ഈ വെട്ടുവഴിയിലും ചടയമംഗലം പഞ്ചായത്ത് വിവിധ വാർഡുകളിലും നേതാക്കന്മാർ, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ. നമ്മൾ പരിശോധിക്കണില്ലേ, ഇവിടെ വെട്ടുവഴി എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ തൊട്ടടുത്ത സ്ഥലങ്ങളായി കിടക്കുന്ന വല്ല വികസനമുണ്ടോ? സ്വന്തമായി ചടയമംഗലം പഞ്ചായത്ത് ഓഫീസില്ല. പാവപ്പെട്ടവർക്ക്, SC ST ഉൾപ്പെടെയുള്ള സാധാരണക്കാരന് ഒരു കല്യാണം നടത്തണമെങ്കിൽ, ഒരു വിവാഹം നടത്തണമെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ നടത്തണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റി ഹാളിൽ 5,000 രൂപയോ ഒരു 6,000 രൂപയോ അടച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ഈ പാവപ്പെട്ടവന് ഉപയോഗിക്കാം. ഇപ്പം പോകുന്നത് ഇപ്പം പുറത്തുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം. 1 ലക്ഷം 2 ലക്ഷം രൂപയെ കൊടുത്ത് വേണം ഒരു ഹാൾ എടുക്കാൻ. അങ്ങനെ കമ്മ്യൂണിറ്റി ഹാള് കൊള്ളയടിച്ച് കൈവശം വെച്ചുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൽ വേസ്റ്റ് ഇട്ട് കുഴിച്ചു വെച്ചിരിക്കുന്ന ഈ കാട്ട് കള്ളന്മാരെ ഈ പഞ്ചായത്തിൽ നിന്നും പടിയടച്ച് ബന്ധിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഈ കാട്ടുകള്ളന്മാരെ നമുക്ക് പടിയടച്ച് ബന്ധം വെക്കണം. നമുക്കറിയാം, തൊട്ടടുത്ത ഈ പഞ്ചായത്തിൽ 2 വാർഡ് മെമ്പർമാർ BJPക്ക് ഇപ്പം നിലവിലുണ്ട്. അവരുടെ വാർഡുകളിൽ വികസനം മാക്സിമം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വികസനം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവന്മാർ കൂടിയിരുന്ന്
10-14 മെമ്പർമാർ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് BJP മെമ്പർമാരുടെ സ്ഥലങ്ങളിലേക്ക് വികസനത്തിന്റെ ഫണ്ടുകൾ കൊടുക്കാതെ അവരുടെ വാർഡുകളിലേക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോയി അവിടെ പോലും വികസനം നടത്താതെ ഇവരെ പോക്കറ്റിലാക്കുകയാണ്. കാരണം BJPയുടെ മെമ്പർക്ക് ഫണ്ട് അനുവദിച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. നമുക്കറിയാം ഇവിടുത്തെ തൊട്ടടുത്ത വാർഡിലെ സിന്ധു മെമ്പർ, അങ്ങനെ നമുക്കറിയാം BJPയുടെ മെമ്പർമാരെല്ലാം പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള അവർ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. പക്ഷേ യുവന്മാരുടെ കയ്യിലേക്ക് പോകുമ്പോൾ കോടികൾ വരുന്നുണ്ട്. 20-25 ലക്ഷം രൂപ ഫണ്ട് വരുമ്പോൾ ഈ ഫണ്ട് ചെയ്യുന്നത് എന്താ? ഏതെങ്കിലും സ്വകാര്യ വ്യക്തിക്ക് സ്വന്തം മതിൽ കെട്ടി കൊടുക്കും. ഇവിടെ പാവപ്പെട്ട ഒരു വീട് വെക്കാൻ കൊടുക്കുന്നത് 4 ലക്ഷം രൂപ ആകുമ്പോൾ ഇവിടെ നമുക്കറിയാം കലയത്തും മുമ്മുലയിലും ചടയമംഗലം മണ്ഡലത്തിൽ 33 വെയിറ്റിംഗ് ഷെഡുകൾ ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ തുകയെന്ന് പറഞ്ഞാൽ 6,15,000 രൂപ. 2 ഷീറ്റും 4 പൈപ്പ് ഇട്ട് ഉണ്ടാക്കി വെക്കുന്ന വെയിറ്റിംഗ് ഷെഡിന് 6,15,000 രൂപ കൊടുക്കുമ്പോഴാണ് സാധാരണക്കാരന് ഒരു വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപയാണ് ഈ കൊള്ളക്കാർ കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണ്ടേ ഇവരിൽ നിന്ന് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു, ശ്രീ VS ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ആശുപത്രിയിൽ മോർച്ചറി ഉണ്ടായിരുന്നു, കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ 5 മണിയാകുമ്പം ആശുപത്രി അടച്ചുപൂട്ടും. കാരണം കുറച്ച് സഹാക്കന്മാർക്ക് ജോലി കൊടുക്കാനായിട്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടുത്തെ ഏത് നേതാവിന്റെ ഭാര്യയൊക്കെ ജോലിയില്ലാത്ത, ഏത് നേതാവിന്റെ മക്കൾക്കാണ് ജോലിയില്ലാത്തത്? പാവപ്പെട്ടവന്റെ ഏതെങ്കിലും വിദ്യാഭ്യാസമുള്ള ഒരു പാവപ്പെട്ടവന്റെ മക്കൾക്ക് ചടയമംഗലം പഞ്ചായത്തിൽ ജോലി കൊടുത്തിട്ടുണ്ടോ? വിദ്യാഭ്യാസമുള്ള എത്രയോ യുവാക്കൾ ഈ ചടയമംഗലം പഞ്ചായത്തിലുണ്ട്. സൊസൈറ്റി ആയാലും ശരി, അർബൻ ബാങ്ക് ആയാലും ശരി, ആശുപത്രി ആയാലും ശരി, ബ്ലോക്ക് ആയാലും ശരി, പഞ്ചായത്ത് ആയാലും ശരി, ഇതിലൊന്നും സാധാരണക്കാരന്റെ മക്കൾക്ക് ജോലി കൊടുക്കില്ല. നേതാക്കന്മാരുടെ ഭാര്യമാരും നേതാക്കന്മാരുടെ മക്കളും ജോലി വാങ്ങിച്ച് ഇവിടുത്തെ ഏത് തരം സമ്പത്തും കൊള്ളയടിക്കുന്ന തരത്തിലേക്കാണ് ഈ ചടയമംഗലം പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ചടയമംഗലത്ത് താലൂക്ക് ആസ്ഥാനത്തിന് വേണ്ടി ആയിരക്കണക്കിന് പേരെ കൊണ്ട് ഇവിടെ സമരം നടത്തിയിട്ടുണ്ട്. ചടയമംഗലത്ത് ഇന്ന് താലൂക്കിന്റെ സ്ഥിതി എവിടെ? ഇന്നൊരു കോടതിയുണ്ട് ചടയമംഗലത്ത്. ആ കോടതി പോലും ഈ ചടയമംഗലത്ത് നിന്ന് അങ്ങ് കടക്കിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം മുദ്രപത്രം വേണമെങ്കിൽ ഇന്ന് നമ്മൾ ഓൺലൈനായിട്ട് അടിക്കണം. കാരണം മുദ്രപത്രത്തിന്റെ ഓഫീസ്, ട്രഷറി എന്ന് പറയുന്ന ഓഫീസിൽ നിന്നും മുദ്രപത്രത്തെ വെട്ടിമാറ്റി അങ്ങ് കടക്കിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എന്തിനും ഏതിനും ഏതൊരു ഓഫീസും കടക്കിലേക്ക് കൊണ്ടുപോകാൻ വെമ്പൽ കൊള്ളുന്ന ഇവിടുത്തെ കാട്ടുകള്ള കമ്മ്യൂണിസ്റ്റുകളെ അവരെ ഒരു പാഠം പഠിപ്പിക്കാനായിരിക്കണം ഈ വരും തെരഞ്ഞെടുപ്പ്. കാരണം ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ വരും തലമുറയും ഇനി അനുഭവിക്കും. കാരണം നമുക്കൊരു അറ്റാക്ക് വന്നാൽ, ഈ ചടയമംഗലം പഞ്ചായത്ത് വെച്ചൊരു പാവപ്പെട്ട അറ്റാക്ക് വന്നാൽ ഒരു പ്രൈവറ്റ് ആശുപത്രി പോലില്ല നല്ലത്. ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വന്നാൽ അവിടെ ഡോക്ടറില്ല. 5 മണിയാകുമ്പോൾ അടച്ചുപൂട്ടുന്ന ഒരു ആശുപത്രി. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ ചടയമംഗലത്തുണ്ട്. ഒന്ന്, വഴി നടക്കാൻ പോലും സ്ഥലമില്ല ചടയമംഗലം ടൗണില്. കാരണം പാർക്കിങ്ങിന് സ്ഥലമില്ല. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ ചടയമംഗലത്തുണ്ട്. അതിനിടയിലാണ് ഈ പാവപ്പെട്ട നാട്ടുകാരായിട്ടുള്ള ഗ്രാമവാസികളായിട്ടുള്ള ഈ നാട്ടുകാർക്ക് നടക്കാൻ പോലും വഴിയില്ലാത്ത ഈ സ്ഥലത്തേക്ക് ചടയമംഗലത്തിന്റെ ബഹുമാനപ്പെട്ട പ്രവർത്തകർ, ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ, ഈ വെട്ടുവില്ല ബൂത്ത് പ്രവർത്തകർ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നതും ഈ മരങ്ങൾ നടുന്നതിനും ഈ ചെടികൾ നടുന്നതിനൊക്കെ ഞങ്ങൾ സമരത്തിന്റെ മാർഗം സ്വീകരിച്ചത്. കാരണം ജനാധിപത്യ മാർഗത്തിൽ കൂടെ സമരം ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ മനുഷ്യനെ മാറ്റത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ഇവിടുത്തെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് മെമ്പറും വാർഡിന്റെ ചുമതലപ്പെട്ടവരും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഈ സമരം ഇവിടെ കൊണ്ട് നിർത്തില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ കണക്ക് ഇത് തുടക്കം മാത്രമാണ്. ഈ തുടക്കത്തിൽ നിന്നും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ ആരംഭിക്കും. അതുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ പങ്കെടുപ്പിച്ച് സംസാരിക്കാൻ അവസരം തന്ന ഈ ബൂത്ത് തല കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവങ്ങളും സമരത്തിന്റെ പേരിൽ, സമരവിദ്യാലയുടെ പേരിൽ ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ OPC മോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദയകുമാർ ക്ഷണിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ അടുത്ത സമയത്ത് ചടയമംഗലം പഞ്ചായത്ത് ഒരു വികസനത്തിൻ്റെ ഒരു മാതൃക ചടയമംഗലം പഞ്ചായത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. എന്ത് വികസനത്തിൻ്റെ മാതൃകയാണ് അവതരിപ്പിച്ചത്? ഈ ചടയമംഗലം പഞ്ചായത്തിൽ ഏത് വികസന പ്രവർത്തനത്തിൻ്റെ മാതൃകയാണ് അവർ അവതരിപ്പിച്ചത്? അവരെ സഖാക്കന്മാരെല്ലാം കൂടെ കൂടിയിരുന്ന് ചിക്കനും മട്ടനും ബിരിയാണിയും തിന്ന് ഒരു വികസന മാതൃക ചെയ്ത് ചടയമംഗലത്ത് ഒരു പഞ്ചായത്ത് കെട്ടിടം പോലും ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഈ പഞ്ചായത്ത് എന്ത് വികസന പ്രവർത്തനമാണ് നടത്തുന്നത്? അതുപോലെ ഇവിടെ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞു. എനിക്കും ഇത്രേ പറയാനുള്ളൂ. ഇതൊരു സൂചന പ്രക്ഷോഭം മാത്രമാണ്. ഇതൊരു വൻ പ്രക്ഷോഭത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കടക്കും. ഇതൊരു സൂചനാ പടിമുടക്കാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഈ റോഡിന്റെ അവസ്ഥയെപ്പറ്റി, ഈ അനാസ്ഥയും അവഗണനയെ പറ്റി പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതായത് 10-26 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ നാട്ടുകാർ, ഇതൊരു ചെറിയ റോഡ് വരമ്പായിരുന്നു. അതിനെ നാട്ടുകാരുടെ സഹായവും അധ്വാനവും കൊണ്ട് ഈ രീതിയിലാക്കി നമ്മൾ പഞ്ചായത്തിന് കൈമാറിയിട്ട് ഈ വികസനം എന്ന് പറയുന്ന പോലെ പോയിട്ട്
തൊഴിലുറപ്പുകാരെ കൊണ്ടൊരു പുല്ല് പറിപ്പിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. നടന്നു പോകാൻ ഇവിടെ ഇഴജന്തുക്കളെയും പന്നികളെയും വളരെ ശല്യമുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത്. കാരണം പറയാ ഇരുട്ടായി കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് അവരുള്ള വീട്ടിലെത്താം, എത്തിയെന്ന് പറഞ്ഞാൽ മതി. ഒന്നീ കുഴി വീഴും, അല്ലെങ്കിൽ പാമ്പ് കടിക്കും, അല്ലെങ്കിൽ പന്നി ആക്രമിക്കും. അങ്ങനെ ഏതെങ്കിലും ആ ഒരു അവസ്ഥയാണ്. ഇത്രയും ലൈൻ ഇവിടെ ഇട്ടിട്ട് ഒരു ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കാനോ ഈ വഴിയൊന്ന് വൃത്തിയാക്കാം. നിങ്ങളിപ്പോൾ നമ്മൾ നിൽക്കുന്നതിനോട് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു കെട്ട് കെട്ടി ഇതൊരു അഗാധമായ കുഴിയാണ്. ആരെങ്കിലും ഒരു അശ്രദ്ധയെ കൂടി പോയിട്ട് വണ്ടി ഓടിച്ചാൽ അവന്റെ ജീവിതം അവസാനിച്ചു. ഇത് പറയുന്നത് കെടി അവസ്ഥ. ഇതിൽ നമ്മൾ അറിഞ്ഞിടത്തോളം കാലം ഈ റോഡിന്റെ ഫണ്ട് വകമാറ്റി ചിലവാക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും അവരെന്ന് പറയുന്നത് ഫണ്ട് അനുവദിച്ച് കിടക്കുക, കാലാവസ്ഥ അനുകൂലമല്ല, അല്ലെങ്കിൽ ഫണ്ട് അനുവദിച്ച് കിടക്കുക, നമുക്ക് എന്താ പറയുന്നത് കോൺട്രാക്ടർമാരെ കിട്ടുന്നില്ല. അങ്ങനെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഇവിടുത്തെ നാട്ടുകാരെ വിഡ്ഢികളാക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും വാർഡ് മെമ്പറുടെ ഭാഗത്തുനിന്നും. വാർഡ് മെമ്പർ എന്ന് പറയുന്നത് ഈ മുമ്പൊരു വാർഡ് മെമ്പറോട് ഞാൻ ചോദിച്ചു, ഈ വാർഡ് എന്തുകൊണ്ടാണ് ഈ റോഡിനെ പറ്റി നിങ്ങൾ ഈ ചെയ്യാത്തത്? എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ പൈസ കൊടുത്താണ് വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞ മെമ്പറും ഉണ്ട്. ആ പേരൊന്നും നമ്മളിവിടെ പറയുന്നില്ല. അടുത്തൊരു വാർഡ്, ഇപ്പോൾ നിലവിലുള്ള വാർഡ് മെമ്പർ എന്ന് പറയുന്നത് അവർക്കൊരു സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ ഒരു അഭിപ്രായം പറയാനോ ഉള്ള ഒരു ഇതില്ല. കാരണം അത് അവരെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് അവരെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ ചില നേതാക്കന്മാരാണ് അവരെ നിയന്ത്രിക്കുന്നത്. അവർ പറയുന്നത്, ആ നേതാക്കന്മാർ പറയുന്നത് അവർ ചെയ്യത്തുള്ളൂ. അത് അവരിത് പറയത്തുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ തന്നെ പറയുന്നുണ്ട്, ഇവിടെ ഒരു പത്തലം കമ്പിയിൽ ഒരു ചുവന്ന കൊടി കൊണ്ട് കെട്ടിക്കഴിഞ്ഞാലും ഞങ്ങൾ ജയിക്കും, നമ്മൾ കൂടുതൽ വാർഡിന് പരിഗണനയൊന്നും ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് അവർക്കുള്ള അഭിപ്രായം. സുഹൃത്തെ, എല്ലാവരും സഹകരിച്ചതിനും ഈ മഴയും കാലാവസ്ഥയെ അവഗണിച്ച് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകർക്കും എന്നെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ജയ് ജയ് ഭാരത്. ശ്രീ വിഷനിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക.